2 ദിവസം മുമ്പ് യുക്തിവാദിയുമായിട്ട് വേറൊരു മൗലവി സംവാദം നടത്തി. യുക്തിവാദികളോടുള്ള വാദപ്രതിവാദം. യുക്തിവാദി ജബ്ബാർ മാഷാണ് യുക്തിവാദികളെ പ്രതിനിധീകരിക്കുന്നത്. അദ്ദേഹം മുജാഹിദായി പിന്നെ യുക്തിവാദി ആയതാണ്. അങ്ങനെയാണ് സാധാരണ യുക്തിവാദി ആകുക. നല്ല സുന്നിയാവും, പിന്നെ ഒന്ന് അയഞ്ഞ സുന്നിയാവും, പിന്നെ അർദ്ധ വഹാബിയാവും, പിന്നെ വഹാബിയാവും, പിന്നെ യുക്തിവാദിയാവും. എല്ലാ യുക്തിവാദികളെയും സൃഷ്ടിച്ചത് വഹാബികളാണ്. ജബ്ബാർ മാഷ് അതിൽ പറഞ്ഞൊരു പോയിന്റ്, എനിക്ക് ഖുർആൻ ക്ലാസ് എടുക്കാൻ യോഗ്യത ഇല്ലെങ്കിൽ നിങ്ങൾക്കും ഇല്ല എന്നാണ്. കാരണം മുജാഹിദ് നേതാവായ അക്ബർ മൗലവിക്ക് 5ാം ക്ലാസ് വരെ മാത്രമേ വിദ്യാഭ്യാസമുള്ളൂ മതത്തിൽ. അത് അക്ബറിന്റെ ക്ലിപ്പോട്ട് കേട്ടിട്ട് അയാൾ പറയുന്നുണ്ട്. അതേപോലെ സാക്കിർ നായിക്, അയാൾക്ക് അറബി എന്നത് എന്ത് എന്ന് തന്നെ അറിയില്ല എന്ന് അയാൾ തന്നെ പറയുന്നുണ്ട്. അപ്പൊ 5ാം ക്ലാസ് വരെ പഠിച്ച നിങ്ങൾക്ക് ഖുർആൻ ക്ലാസ് എടുക്കാമെങ്കിൽ അതിനേക്കാൾ പഠിച്ച എനിക്ക് എന്തായാലും എടുക്കാമെന്നാണ് യുക്തിവാദിയായ ചങ്ങാതി പറയുന്നത്. ഇത് രണ്ടും സമാണ്. ഒന്ന് മതയുക്തിവാദി, ഒന്ന് ഒറിജിനൽ യുക്തിവാദി. രണ്ടും ദീനുമായി ഒരു ബന്ധമില്ല. ഖുർആൻ ചർച്ച ചെയ്യാൻ രണ്ടാക്കും അധികാരവുമില്ല. കാരണം രണ്ടാക്കും ഖുർആൻ അറിയില്ല. രണ്ടും സമം തന്നെ. ഒന്ന് അർദ്ധ യുക്തിവാദി, മറ്റ് പൂർണ്ണ യുക്തിവാദി. എത്ര വ്യത്യാസമുള്ളൂ. എന്നിട്ട് യുക്തിവാദിയുടെ ചില പരാമർശങ്ങൾ വഹാബികളെ വല്ലാതെ പ്രശ്നത്തിലാക്കി. എന്താണെന്നറിയോ? അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ യഥാർത്ഥത്തിൽ വിഗ്രഹാരാധകരാണ്, മുസ്ലിങ്ങളെ കുറിച്ച് പറയാ. എന്നിട്ട് അദ്ദേഹം തെളിവാക്കുന്ന, നിങ്ങൾ ഹജ്ജിനൊക്കെ പോകുമ്പോൾ സൊഫയിലും മറുവയിലൊക്കെ പോകലില്ലേ? സൊഫ മറുവ എന്ന് പറഞ്ഞാൽ ഇന്ന സൊഫ വൽ മറുവത്ത മിൻ ശആയിരില്ല എന്നല്ലേ? അപ്പോ ഒരു വിഗ്രഹമാണ് സൊഫ, ഒരു വിഗ്രഹമാണ് മറുവ എന്ന് പ്രസംഗിക്കുകയാണ്. ഒന്ന് കേൾപ്പിച്ചു കൊടുക്കാൻ ഭാഗം. അടയാളം എന്ന് പറഞ്ഞാൽ വിഗ്രഹം തന്നെയാണ് അർത്ഥം. ഒരു ദൈവത്തിന്റെ അടയാളങ്ങൾ വെച്ചുകൊണ്ട് അതിനെ ചുറ്റും തവാഫ് ചെയ്യുകയും ബലി അർപ്പിക്കുകയും അവിടെ പല കർമ്മങ്ങൾ നടത്തുകയും ചെയ്യുന്നതിനാണ് സാമാന്യമായ അർത്ഥത്തിൽ വിഗ്രഹാരാധന എന്ന് പറയുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ വിഗ്രഹാരാധന നടക്കുന്ന സ്ഥലം മക്കയിലെ കഅബയാണ്. ആ വിഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ്, 2 സഫാ മറുവ എന്ന് പറയുന്ന 2 കുന്നുകൾ. അത് തന്നെയാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വിഗ്രഹമാണ്. ഏറ്റവും കൂടുതൽ വിഗ്രഹാരാധന നടക്കുന്നത് മക്കയിലാണ് എന്നാണ് മുജാഹിദ് വഴി യുക്തിവാദിയായ ജബ്ബാർ മൗലവി പറയുന്നത്. ജബ്ബാർ മൗലവിനോട് ഇപ്പൊ വഹാബികൾ എല്ലാവരും കൂടി ചോദിക്കുകയാണ്, അതെങ്ങനെ നിങ്ങൾ അർത്ഥം വെക്കല്? ഷആയിർ എന്ന് പറഞ്ഞാൽ ഡിക്ഷണറിയിൽ അർത്ഥമുണ്ടോ? എന്ത് വിഗ്രഹം എന്നുണ്ടോ? ആരാധിക്കപ്പെടുന്ന വസ്തു എന്നുണ്ടോ? എന്നിട്ട് അതിനെ താങ്ങാൻ കുറെ അഹസനിമാരും കുറെ യുക്തിവാദികൾക്ക് മറുപടി പറയുന്നവരും. ആദ്യം ചെവിന്റെ കുന്നി പിടിച്ച് ചോദിക്കേണ്ടത് ഈ വഹാബികളോടാണ്. ഇവരല്ലേ ഈ യുക്തിവാദികൾക്ക് വഴി കാണിച്ചു കൊടുത്ത്? മഹാനായ ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങൾ ഉപ്പാപ്പ അവരുടെ മഹത്തായ ആ മഖാമിനെ സംബന്ധിച്ചു പറഞ്ഞത് അത് വിഗ്രഹമാണെന്നാണ് വഹാബികൾ പറഞ്ഞത്. അതല്ലേ ഇവിടെ സംഭവിച്ചത്? കേട്ടു നോക്കൂ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഭാഷ. വിഗ്രഹ ആരാധനയാണ്. മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. അദ്ദേഹത്തെയാണ് ആരാധിക്കുന്നത്. മമ്പുറം തങ്ങൾ വിഗ്രഹമാണെന്ന് പറയുന്നാരാ? സാക്ഷാൽ മുജാഹിദ് ബാലുശ്ശേരി. ഇതല്ലേ യുക്തിവാദികൾക്ക് വഴിവെച്ചു കൊടുത്തത്? മമ്പുറം തങ്ങളെ നമ്മൾ ആദരിക്കുമ്പോ ആ ആദരവിനെ ആരാധനയായി കണ്ട് അത് വിഗ്രഹമാണെന്ന് വഹാബിയായ യുക്തിവാദി പറയുമ്പോ മുഴു യുക്തിവാദി പറയുന്നു സഫാ മറുവയും വിഗ്രഹമാണ്. എന്താ വ്യത്യാസം? ഇനി നമ്മളെ നാട്ടുകല്ലിലെ മക്കാമിലുള്ള കല്ലിനെ കുറിച്ച് ബാലുശ്ശേരി പറയുന്നത് കേട്ടോളൂ. അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കല്ലിനെ ആരാധിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്, മരത്തെ ആരാധിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. നിങ്ങൾക്ക് നിഷേധിക്കാനാവുമോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബാപ്പ ആരാധിച്ച കല്ലിനെ എതിർത്തു. യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. ഓർക്കണം, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഖുർആനിലെ 19-ാം അധ്യായം 42-ാമത്തെ വചനം. എന്റെ പ്രിയ പിതാവേ, ഈ കല്ലിൻ തുണ്ടത്തെയാണോ അങ്ങ് ആരാധിക്കുന്നത്? കേൾക്കാൻ കഴിയാത്ത, കാണാൻ കഴിയാത്ത, യാതൊരു പ്രയോജനം ചെയ്യാൻ കഴിയാത്ത കല്ലിൻ തുണ്ടത്തെ അങ്ങ് ആരാധിക്കുന്നു. നാട്ടുകല്ലിൽ, പാലക്കാട് ജില്ലയിലെ ഹൈവേയിലെ നാട്ടുകല്ലിൽ ഒരു വലിയ കല്ല് നാട്ടിവെച്ച് അതിന്റെ ചുറ്റിലും മാർബിളും ടൈൽസും ഒട്ടിച്ച് ആ കല്ലിൽ ഞങ്ങൾക്ക് ഉപകാരമുണ്ട്, ഉപദ്രവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സൊസൈറ്റി, ആസറിന്റെ വിശ്വാസം വെച്ച് പുലർത്തുന്നവർ, ആസറിന്റെ വിശ്വാസവും ബഹുദൈവാരാധകരുടെ വിശ്വാസവും
സുന്നികൾ വിശ്വസിക്കുന്നു ആ കല്ല് വിഗ്രഹമാണ് എന്ന് പരസ്യമായി മുജാഹിദുകൾ പ്രസംഗിക്കുന്നു. സത്യത്തിന്റെ ലവലേശം അതിലുണ്ടോ? ഞമ്മക്കറിയില്ലേ ആരെ ആരാധിക്കേണ്ടി എന്നുള്ളത്? യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കും, ഓ ജനങ്ങളെ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. അല്ലദീ ഖലഖക്കും, ആ റബ്ബാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അപ്പൊ നമ്മളെ സൃഷ്ടിച്ച റബ്ബിനെ ആരാധിക്കണം. ആ ഇബാദത്ത് എന്നത് ഒരു സൃഷ്ടിക്കും ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. നാട്ടുകല്ലിലെ കല്ലിനെ ഒരു സുന്നിയും ഒരിക്കലും ആരാധിക്കുന്നില്ല. പിന്നെയോ അത് മഹാന്മാരുമായി ബന്ധപ്പെട്ട ഒരു ശആയിറാണ്. മമ്പുറം തങ്ങൾ ഇടപെട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന കല്ലിനെ വളർച്ച അവിടെ നിർത്തിയ അത്ഭുതങ്ങളുള്ള മഹാന്മാരെ കറാമത്ത് വെളിവായ കല്ല് എന്ന നിലക്ക് അതിനെ ആദരിക്കുന്നു എന്ന് മാത്രം. ആ കല്ലിനെ വിഗ്രഹമാക്കുന്നു. മമ്പുറം തങ്ങൾ ഉപ്പാപ്പയുടെ മഖാമിനെ സംബന്ധിച്ച് മഖ്ബറയെ സംബന്ധിച്ച് വിഗ്രഹമെന്ന് പറയുന്നു. അത് തന്നെ യുക്തിവാദി സൊഫയെ കുറിച്ച് പറയുന്നു, മർവയെ കുറിച്ച് പറയുന്നു. രണ്ടാക്കും ദീനുമായി ബന്ധപ്പെട്ട ഒരു ചുക്കുപറയില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. യുക്തിവാദികളും അർദ്ധയുക്തിവാദികളും ഒക്കെ പഠിക്കണം. മഹാന്മാരായ സൂഫിയാക്കളിൽ നിന്ന്, മശായിഖന്മാരിൽ നിന്ന് പഠിക്കണം. അവരാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ വാഹകർ. അവരിൽ നിന്ന് പഠിക്കാത്തതാണ് ഇത്തരം അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നത്.